السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. സ്നേഹാദരണീയരായ സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങളിന്ന് കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ലൊരു കൗൺസിലിംഗ് ക്ലാസ് കിട്ടിയോ? ഒരു ഊർജം ലഭിക്കുന്ന, അവ ഇടയ്ക്കിടയ്ക്ക് കിട്ടേണ്ട സാധനമാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതിലപ്പുറം, കേട്ടിങ്ങനെ പോകുക എന്നുള്ളതിലപ്പുറം നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് പ്രധാനം. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും പറയണ പോലെ ഷാഡോ മീറ്റിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, തൗഫീഖാണ് ഈ ഒരു സദസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളെക്കാളും, എല്ലാ സുഖങ്ങളെക്കാളൊക്കെ എത്രയോ അനുഗ്രഹം നിറഞ്ഞതാണ് ഈ ഒരു സദസ്സ്, ഇൽമിൻ്റെ സദസ്സ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാര്യങ്ങൾ കേട്ട് പഠിച്ച് ജീവിതവുമായിട്ടൊന്നിങ്ങനെ തട്ടിച്ചു നോക്കി ആ രൂപത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉറങ്ങണമെന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. കുഴപ്പമൊന്നുമില്ലല്ലോ? 9:30 തുടങ്ങിയാലേ? 9 മണിക്കോ? 10 മണിയായി. അത്രയും നേരമായി. ഇപ്പോൾ സമയം എത്രയായി? 12 അല്ലേ? ചടഞ്ഞോ? ഇല്ല. ഇൻഷാ അല്ലാഹ് ചടപ്പൊന്നുണ്ടെങ്കിൽ നീച്ചിക്കണമെങ്കിലൊക്കെ നീച്ചിക്കാം, വിരോധമൊന്നുമില്ല, നിർബന്ധമല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീച്ചിക്കാം. 2 മിനിറ്റ് സമയം തരാം. വാണ്ടിയൂർ പറഞ്ഞപ്പോൾ എല്ലാവരും നീച്ചു എന്ന് പറഞ്ഞാൽ അയോ. കുറേ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കേൾക്കാനൊരു കോൺസെൻട്രേഷൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങളെ നീപ്പിച്ച് നിർത്തിയതല്ല, നിങ്ങൾ നിന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയാൻ പോണ വിഷയം ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാബ് പുസ്തകങ്ങളിലെ 8ാമത്തെ ബാബിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പിന്നെ വ്യതിചലനത്തിൻ്റെ തുടക്കം എന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പുസ്തകത്തിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കില്ല. ആ വിഷയത്തെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ മറ്റു ചില മേഖലകൾ കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ
നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ ക്ലാസ്സിൽ നമുക്ക് ഒറ്റയടിക്ക് മറുപടി കിട്ടും അല്ലേ? എന്തിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്? കേട്ടില്ല, മനസ്സിലായില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അല്ലേ? നമ്മൾ ആരാധന എന്താണെന്ന് പഠിച്ചിരുന്നു. എന്താണ് ആരാധന നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകം, മനുഷ്യനോട് അല്ലാഹു പറയുന്ന വാക്കെന്താണെന്നറിയോ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ വചനമാണ്. സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാക്കോടുകൂടി നിർത്തണില്ല. 58 വരെ നമ്മൾ കണ്ട് ഓതണം. എന്താ പറഞ്ഞത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, അവനെ മാത്രം ആരാധിക്കുന്നവരാകാൻ വേണ്ടിയല്ലാതെ. അപ്പം എന്തിനാ സൃഷ്ടിച്ചത്? അള്ളാനെ മാത്രം ആരാധിക്കുന്ന ആൾക്കാരായിട്ട് ആര് മാറണം? മനുഷ്യന്മാർ മാറണം. എന്നിട്ട് അല്ലാഹു പറയുന്ന വാചകം എന്താ അറിയോ? വമാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അല്ലാഹു പറയുന്ന വാക്കെന്താണ്? വമാ ഉരീദു, നാം ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നില്ല, നാം അവരോട് കൽപ്പിച്ചിട്ടില്ല. എന്ത്? മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. എനിക്ക് റിസ്ക്, മനുഷ്യന്മാർ എനിക്ക് റിസ്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, എനിക്ക് മനുഷ്യന്മാർ ഭക്ഷണം നൽകണമെന്നും ഞാൻ കൊതിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പടച്ചവനക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ. ഹുവർ റസ്സാഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ. ആരാ റിസ്ക് കൊടുക്കുന്നവൻ? പടച്ചോനാണ്. മനുഷ്യന്മാർക്ക് ഭൂമി ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും ആ സൃഷ്ടിച്ച വസ്തുക്കൾക്കൊക്കെ അന്നം നൽകുകയും ചെയ്യുന്നവനാരാണ്? അള്ളാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഉപജീവനം നൽകുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാക്കാണ്. അപ്പം അല്ലാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും അതേപോലെ തന്നെ അവനാണ് ശക്തൻ എന്നാണ്. ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഖുവ്വത്ത് പറഞ്ഞാൽ ശക്തനും അതേപോലെ തന്നെ പ്രബലനുമാണ് അല്ലാഹു. അവൻ്റെ ശക്തിയും അവൻ്റെ പ്രബലതയും ഭൂമിയിലെ ഒരു സൃഷ്ടികളോടും താരതമ്യപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പം അങ്ങനെയുള്ള റബ്ബ്, ആ റബ്ബാണ് നമുക്ക് അന്നം നൽകുന്നതും വായു നൽകുന്നതും വെള്ളം നൽകുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ എന്തു വേണം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ടാണ് അള്ളാഹു ഈ നിബന്ധന വെച്ചത്. എന്ത്? മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ? എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. പടച്ച റബ്ബിനെ ആരാധിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകമാണ്. സൂറത്തുർ റൂമിൻ്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന മറ്റൊരു വാചകം എന്താ? അല്ലാഹു പറയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. പടച്ചോൻ പറയാണ്, എന്താ അല്ലാഹു പറഞ്ഞ വാക്ക്? സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നേരെ നിലക്കൊള്ളുന്നവനായി നിന്റെ മുഖത്ത് നീ ദീനിൻ്റെ നേരെ, ആദർശത്തിൻ്റെ നേരെ നീ തിരിക്കുക, ദീനിൻ്റെ നേരെ നീ തിരിക്കുക. ഫഅഖിം വജ്ഹക ലിദ്ദീൻ,
ദീനിൻ്റെ നേരെ നിൻ്റെ മുഖത്ത് നീ തിരിക്കുക. ഫിത്ര പിന്നെ ഹനീഫൻ നിഷ്കളങ്കമായിക്കൊണ്ട് ഫിത്രത്തുല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ. ഇപ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ മനുഷ്യൻ ശുദ്ധ പ്രകൃതിയിലാണ്, ഉറപ്പല്ലേ? ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഫിത്രത്താണ്, ഫിത്രത്തോടുകൂടി. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, പിന്നെ മാമിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, മാമിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ ഒരു പിന്നെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് ഫിത്രത്തോടു കൂടിയാണ്. പിന്നെ ആ കുട്ടി യഹൂദിയാകുന്നതും നസ്രാനിയാകുന്നതും മുസ്ലിമാകുന്നതും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എങ്ങനെ മാറണത്? മാതാപിതാക്കൾ മാറുന്നതിനനുസരിച്ചാണ് അല്ലേ? നമ്മളെങ്ങനെ മുസ്ലിമായി? 99% ആൾക്കാരും നമ്മളെങ്ങനെ മുസ്ലിമായി ചോദിച്ചാൽ നമ്മളെന്താ പറയുക? എൻ്റെ അമ്മ മുസ്ലിമേനി അല്ലേ, എൻ്റെ വാപ്പ മുസ്ലിമായിരുന്നു. ആദർശം പഠിച്ചു മാറി വരുന്ന ആളുകൾ വേറെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഫിത്രത്ത് എന്താണ്? ഫിത്രത്ത് എന്താണ്? ഏകദൈവ വിശ്വാസം സ്വീകരിച്ചു കൊണ്ടുള്ള ഫിത്രത്ത്. അള്ളാഹു ആ ഒരു ശൈലിയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഒരു കുട്ടി മരിച്ചാൽ, ചെറിയ കുട്ടി മരിച്ചാൽ നമ്മളെന്താ പറയാ? അത് പോയിന്നോ? അല്ല, ഒരു ചെറിയ കുട്ടി മരിച്ച നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ തോന്നുക? ആ കുട്ടിക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് ഉറപ്പ്. നമ്മൾ വിശ്വസിക്കൂലേ അല്ലേ? കാരണം എന്താ? ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല, പക്വത ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വർഗമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനി ഹിന്ദുവിൻ്റെ കുട്ടിയാണെങ്കിലും ശരി, മുസ്ലിമിൻ്റെ കുട്ടിയാണെങ്കിലും ശരി, ക്രിസ്ത്യാനിയുടെ സന്താനമാണെങ്കിലും ശരി, ആ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഒറ്റൊന്നാണ്, വിധി ഒന്നേ ഉള്ളൂ, സ്വർഗമാണ്. കാരണം ആ കുട്ടിക്ക് പക്വത വന്നിട്ടില്ല. അവരുടെ മാതാപിതാക്കൾ ഒരു പക്ഷേ ശിർക്ക് ചെയ്യുന്നവരാകാം, കുഫർ ചെയ്യുന്നവരാകാം, തോന്നിവാസം ചെയ്യുന്നവരാകാം. പക്ഷേ ആ കുട്ടി ഒരു തെറ്റിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന വാചകം അത്രമാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രകൃതിയായി നമുക്ക് സൃഷ്ടിച്ചു തന്നൊരാശയമുണ്ട്. ആ ആശയത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോരുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഏകദൈവ വിശ്വാസം എന്നുള്ളത് പ്രകൃതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വിശ്വാസമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ മാറുന്നതെപ്പോഴാ? ഹദീസിൽ കാണാം, യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി. അവിടെ യഹൂദിയാകുന്നത്, നസ്രാനിയാകുന്നത്, അങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊക്കെ മാറ്റം വരുന്നത് അവരുടെ മാതാപിതാക്കൾ മാറുന്നതനുസരിച്ചാണ്. ജനിക്കുമ്പോൾ ഫിത്രത്താണ്, ജനിച്ചു കഴിഞ്ഞ് പിന്നീട് എന്താവും? ആശയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് പിന്നെ മനുഷ്യന്മാരെങ്ങനെ മാറുന്നത്? അത് പഠിക്കണ്ടേ? ഇപ്പോൾ പിന്നെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വെള്ള കളർ തുണി, വെളുത്ത തുണിയിൽ ഒരു കറുത്ത പുള്ളിയിട്ടാൽ വേറിട്ട് കാണൂലേ? ഒരു ഡോട്ടിട്ടാൽ വേറിട്ട് കാണും. എന്നതുപോലെ ഒരു കുഞ്ഞ് പ്രായമായി നിഷ്കളങ്കമായ രൂപത്തിൽ വളർന്നു വരുന്നു. അവൻ്റെ കളിയും അവൻ്റെ ചിരിയും, ആ കുട്ടി നമ്മൾ അടിച്ചാൽ പോലും നമുക്ക് എന്തുണ്ടാവില്ല? പ്രശ്നം ഉണ്ടാവില്ല. അമ്മാൻ്റെ മുഖത്തേക്ക് തുപ്പിയാലും ഒന്നുണ്ടാവില്ല, നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഒക്കെ നമ്മൾ അതൊരു ലാളനയിലൂടെയാണ് നമ്മൾ ആ കുട്ടീനെ കാണുക. ഇങ്ങനെ വളർന്നു വന്നാൽ പിന്നീട് ആ കുട്ടി പക്വമായ ഒരു പക്വതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വീഴാൻ തുടങ്ങും. തിന്മകളുടെ കറുത്ത പുള്ളികൾ. ആ പുള്ളികൾ ഇങ്ങനെ വീഴുമ്പോഴാണ് പാപത്തിൻ്റെ കറകൾ ഇങ്ങനെ അധികരിക്കുക. മനസ്സിലായോ? അത് മായ്ച്ചു കളയാനുള്ള മാർഗം കേട്ടോ തൗബ. തുബു ഇലല്ലാഹി തൗബത്തൻ നസുഹ. നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന് പറഞ്ഞത് ആ രൂപത്തിലാണ്. അപ്പോൾ പാപത്തിൻ്റെ കറകൾ ഇങ്ങനെ പറ്റും. പാപങ്ങളിലെ ഏറ്റവും വലിയ വിഷയമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടത്. ആ വിശ്വാസത്തിൽ മനുഷ്യന്മാർക്ക് പിഴവ് പറ്റിയത് എവിടെയാണ്? നമ്മുടെ പാഠപുസ്തകത്തിൽ കാണാം, മാനവ ചരിത്രത്തിലെ വ്യതിയാനത്തിൻ്റെ തുടക്കം
വ്യതിയാനം എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ആളുകൾ കക്ഷികളായി വേറിട്ടു അല്ലേ? ആശയപരമായി ഒരുപാട് വ്യത്യാസങ്ങൾ സമൂഹത്തിലുണ്ടായി. ആ വ്യതിയാനങ്ങൾ കടന്നു വരാനുള്ള കാരണം എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ആദർശപരമായി ആദ്യത്തെ വ്യതിയാനം എവിടെയെന്ന് അറിയുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതലാണ്. ഏതാ ജനത? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത കേട്ടോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്ന വാചകം നമുക്ക് കാണാം. സൂറത്തു നിസായിലൂടെ അല്ലാഹു പറയാണ്, ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വനബിയീൻ മിൻ ബഅദി. പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ നൂഹ് നബിയോട് പറയാണ്. നൂഹും അദ്ദേഹത്തിന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വാചകം, ആ നൂഹ് നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാർക്കും അല്ലാഹു നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ നാം സന്ദേശം നൽകുന്നു എന്നാണ്. എന്താണ് സന്ദേശം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ആശയപരമായ ഒരു വിഷയത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ പ്രവാചകനാരാ? പറഞ്ഞേരി ആദം നബിയാ? ആദം നബി എന്ന അഭിപ്രായമുള്ളവരൊന്ന് കയ്യോക്കും അല്ലേ? റസൂലുമാരുടെ കൂട്ടത്തിലാണ് ചോദിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് കേട്ടോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യത്തെ റസൂല്. ആദ്യത്തെ നബി ആരാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. സംശയമല്ല കേട്ടോ. റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ദൗത്യത്തെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയപരമായ വ്യതിയാനത്തെ കൃത്യമായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അള്ളാഹു നിയോഗിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവിടെ നിന്നിട്ട് ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ സന്ദേശം, ആ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന ആ സന്ദേശത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്ന വാചകം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു. ആദം നബിക്ക് ശേഷം നൂഹ് നബി വരുന്നപ്പോഴാ 10 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഒരു നൂറ്റാണ്ട് എത്ര വർഷം? 100 വർഷം അല്ലേ? അപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? 1000 വർഷം. 1000 വർഷത്തിന് ശേഷമാണ് ആര് വരുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത തികച്ചും വഴിതെറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണ് ആ സാഹചര്യം? എങ്ങനെയാണ് വഴിതെറ്റിയത്? നമ്മൾ പഠിക്കണം. ഒരു വിഷയത്തിൽ വ്യതിയാനം സംഭവിക്കുന്ന കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ? ഇല്ല. ഖുർആൻ ഓതിയിട്ടില്ലേ? വദ്ദം വലാ സുവാഅം വലാ യഊസ വയഊഖ വനസ്റ ഓതിയിട്ടില്ലേ? ഖത്തം തീർത്തു പോകുമ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ചാണ് പോലാണ് അല്ലേ? അപ്പോൾ ഇതും കൂടി ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ അതിൽ ഒരു പ്രത്യേകത ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ, ആ ജനതയുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായിരുന്ന ആളുകൾ, നല്ല മനുഷ്യന്മാർ, അവർ മരണപ്പെട്ട ശേഷം ഈ സമൂഹങ്ങളൊക്കെ ഓരോ ഗോത്രങ്ങൾ ഏറ്റെടുത്തു. വദ് ഒരു സമൂഹത്തിൻ്റെ നേതാവായി കാണുന്നു. സുവാ, യഊസ്, യഊഖ്, നസ്ർ ഇവരൊക്കെ ഓരോ ഗോത്രങ്ങളിലെ ഓരോ തറവാടിൻ്റെ അല്ലെങ്കിൽ ഓരോ ഗോത്രങ്ങളുടെ നേതാവായി മാറി. പിന്നീട് എന്താ സംഭവിക്കണമെന്നറിയോ? ഞാൻ ആ ബാബിലേക്കൂടെ അങ്ങനെ പോവല്ല, വിഷയങ്ങളൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാണ്. ഈ സമൂഹത്തിനൊക്കെ എന്തുണ്ടായി? ഇവർ മരിച്ചിട്ട് കബറടക്കിയ സമയത്ത് ഓല ഖബറാണെന്ന് അറിയാൻ വേണ്ടി പ്രത്യേക ഒരു അടയാളം വെച്ചു. ഓരെന്തേ കരുതിയുള്ളൂ? മഹാന്മാരല്ലേ, ആദരിക്കാം, അത്ര കരുതിയുള്ളൂ. ആരാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ആ ജനത ആരാധിച്ചിട്ടില്ല. കൊണ്ടുപോയി വെച്ചു, മഹാന്മാരാണെന്ന് മനസ്സിലാക്കി. ആ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ പോലുള്ള ആളുകളുടെ ഖബറുകൾ പിന്നീടൊരു തലമുറ വന്നു.
ഒരു പിൻതലമുറ കടന്നു വന്നു. ആ തലമുറ എന്താ ചെയ്തെന്നറിയോ? ഈ ഖബർ കണ്ടിട്ട് എന്ത് ചെയ്തു? ഇത് നമ്മളെ പൂപ്പമാര കാലഘട്ടത്തിലെ മഹാന്മാരായിരുന്നു, അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, അതൊന്ന് ആ ഖബറൊന്ന് പ്രത്യേകം അടയാളം വെച്ച് അവർ ഖബറൊന്ന് മണ്ണക്കെട്ട് കൂട്ടി ഒന്ന് ലെവലാക്കി. അപ്പം എന്തായി? അവരും ആരാധിച്ചോ? ഇല്ല. അടുത്ത ജനത വന്നു. എന്താ ഉണ്ടാവുക? ഈ കഴിഞ്ഞ 2 തലമുറനെ സംബന്ധിച്ച് ആർക്കറിയില്ല, മൂന്നാമത് വരുന്ന കൗമിനറിയില്ല. ഇവരെന്ത് ചെയ്യും? അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് കരുതി അവരോട്, അള്ളാഹിനോട് പറയേണ്ട കാര്യങ്ങൾ ഈ ഖബറിൽ കിടക്കുന്ന മഹാന്മാരോട് പറയാൻ തുടങ്ങി. ഇവരിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശിർക്ക് കടന്നു വന്ന ജനതയിലേക്കാണ് പിന്നീട് എന്ത് വന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി വന്നതും അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നതും. ഇങ്ങനെയാണ് തിന്മകൾ, പിന്നെ ശിർക്ക് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണ്, ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേര് പറഞ്ഞിട്ടാണ്. പുണ്യാളന്മാരോടുള്ള പിന്നെ സ്നേഹാദരവ് എന്നൊരു ബാബ് കാണാം. പുണ്യാളന്മാരോട്, പുണ്യം ചെയ്ത ആളുകളോട് സ്നേഹവും ആദരവും പിന്നെ കാരണം കൊണ്ട് അവരുടെ പ്രതിമകളെ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രതിമകൾ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക. ചൂടുണ്ടോ? ഇരുത്തം കണ്ടിട്ട് ഭയങ്കര ചൂടുള്ള പോലെ ഉണ്ടല്ലോ. എനിക്ക് ചൂടുണ്ട്. ഫാനിട്ടാലും പ്രശ്നമാണ്. നമുക്കെന്ത് ചെയ്യാം? പിന്നെ ഇവിടെ ഒന്നും ഫാന് കറക്റ്റ് കറങ്ങണില്ല, ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. ഇതിലേറെ ചൂടുക്ക് പോകാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വരെങ്ങനെ? ബഹുമാനം ആദരവും അധികരിക്കാൻ പാടില്ല ഒരാളോട്. ഏത് രൂപത്തിൽ? ഇപ്പം നിങ്ങൾ ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കുറേ ആളുകൾ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ആളുകൾ ഇരിക്കുന്നൊരു മജ്ലിസിലേക്ക് കയറി വന്നു. കയറി വന്ന സമയത്ത് അള്ളാഹിൻ്റെ റസൂലാണ് വരുന്നത്. അപ്പോൾ ബദരീങ്ങളെ സംബന്ധിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കുട്ടികൾ. ബദരീങ്ങളാരാ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്വമുള്ള മഹാന്മാരായ ആളുകളാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രഗത്ഭന്മാരാണ് ആര്? ബദരീങ്ങൾ. സംശയമുണ്ടോ? ഇല്ല. ആ ബദരീങ്ങളായ ആളുകളെ സംബന്ധിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലേക്ക് കയറി വന്നു. ഉടനെ അവർ പാട്ട് മാറ്റി. എന്താ മാറ്റിയത്? റസൂലാണ് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചില വരികൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്താ വരി എന്നറിയോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, ഒരു നബിയുണ്ട്. ആ നബിയുടെ പ്രത്യേകത നാളത്തെ കാര്യം അറിയുന്ന റസൂലാണ്. നാളത്തെ കാര്യം അറിയുന്ന പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ. ഈ വരികൾ ഇങ്ങനെ പാടിയപ്പോൾ റസൂലുള്ള പറഞ്ഞത്, പാടരുത്, നിങ്ങൾ എന്നെ പറ്റി അങ്ങനെ പുകഴ്ത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസ്വാറാ ഈസ ഇബ്നു മറിയം. എന്താ പറഞ്ഞേ? മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നസ്റാനികളായ ക്രിസ്ത്യാനികളായ ആളുകൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് കേട്ടോ. എന്താപ്പാ പുകഴ്ത്തില്ല തെറ്റ്? എന്താ തെറ്റ്? നിങ്ങൾ പറയും. നാളത്തെ കാര്യം അറിയാൻ ആർക്കാ കഴിയില്ല? റസൂലുള്ളാഹിക്ക് കഴിയില്ല. അതിന് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് അള്ളാഹിന്റെ സിഫത്താണ്. വിഷയം മനസ്സിലായോ? അത് അള്ളാഹുവിന്റെ സിഫത്താണ്. ആ സിഫത്തിനെ റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, പാടില്ല. ലാ തുതുറൂനി കമാ അത്റത്തിൻ നസ്വാറാ ഈസ ഇബ്നു മറിയം. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുത്രൻ, മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. കണ്ടോ? അപ്പൊ പുകഴ്ത്തലിൽ എന്ത് വേണം? അതിര് വേണം. അതിര് വിട്ട പുകഴ്ത്തൽ പാടില്ല. ആരും പുകഴ്ത്താൻ പാടില്ല. അതിര് വിട്ട ആദരവും പറ്റൂല. ഇപ്പം നമ്മളൊരു കാരണം പറയെന്താ? അത് ഞങ്ങളെ പിന്നെ വല്യപ്പമാരൊക്കെ സ്വീകരിച്ചു പോകുന്ന ആ മഹാനായ വ്യക്തിത്വമാണ്. എന്തൊരു മഹത്വമാണ് നമ്മൾ പറയാം, അല്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, പ്രവാചകന്റെ കാലടിപ്പാദങ്ങൾ പിൻപറ്റണം. അതേപോലെ തന്നെ ബദർ ശുഹദാക്കളായ ആളുകൾ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരുടെ ജീവിതചര്യകളെ പിൻപറ്റി ജീവിക്കണം. ഉഹദീങ്ങളെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. സച്ചരിതരായ മുഴുവൻ സ്വഹാബികളെയും മുഴുവൻ പ്രവാചകന്മാരെയും നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. സംശയമുണ്ടോ? ഇല്ല. ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ പ്രവാചകന്മാരെ കണ്ട് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ഒരു അമിതമായ പുകഴ്ത്തൽ, അമിതമായ സ്നേഹപ്രകടനമൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കാത്തവൻ ആരാണ്? മുസ്ലിമല്ല. റസൂലിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയണ്ടേ? പറയണോ? എന്താ ഉറങ്ങണ നിങ്ങൾ? നല്ല ചൂടുള്ളതുകൊണ്ട് ഉറക്കം വരും എനിക്കറിയാം. പിന്നെ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നിൻ്റെ അപ്പുറത്ത് കിഞ്ഞിട്ടീനെ കൊണ്ട് ഒച്ചടാൻ വയ്യേറ്റാ. സൗണ്ട് ഉണ്ടല്ലേ? ഇതന്നെ സഹിച്ചാൻ വയ്യാതെ. ഇപ്പം അടുത്ത് ഇതിലേറെ ഒച്ചട്ട പിന്നെ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സഹിക്കല്ല, നിർവാഹമൊന്നുമില്ല. പറഞ്ഞു പോകുന്ന വിഷയം എന്താ അറിയോ? അമിതമായ പുകഴ്ത്തലും അമിതമായ മഹത്വപ്പെടുത്തലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അതിര് കവിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? മഹത്വപ്പെടുത്താൻ പാടില്ല. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ആ രൂപത്തിലാണ് ശിർക്ക് സമൂഹത്തിലേക്ക് കയറി വരിക, ബഹുദൈവാരാധന സമൂഹത്തിലേക്ക് കയറി വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തൊന്ന്, വിഗ്രഹങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടും ഖബറുകളുടെ മുന്നിൽ ചെന്നുകൊണ്ടുമൊക്കെ ആരാധന നടത്തുന്ന ആളുകളുണ്ട്. ഇസ്ലാമിൽ ഖബർ സിയാറത്ത് പുണ്യമുള്ള കാര്യമാണ്. സംശയമുണ്ടോ? ഇല്ല. ഖബർ സിയാറത്ത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ. ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ നിങ്ങൾക്ക് ഞാൻ വിലക്കിയിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂറുഹാ, നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്യണം. ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ. ഖബർ സിയാറത്ത് നിങ്ങളെ മരണചിന്തയുണ്ടാക്കും. ഖബർ സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് മരണചിന്ത ഉണ്ടാവും. ഫസൂറുഹാ ഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഖബർ സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ചിന്തയുണ്ടാകും. അപ്പം അതിനാണ് ഖബർ സിയാറത്ത്. മനസ്സിലായോ? ആ രൂപത്തിലാണ് ഖബർ സിയാറത്ത്. പക്ഷേ ഖബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ അത് സുന്നത്താക്കപ്പെട്ട ശൈലി ഇതാണ്. എവിടെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞെന്നാലേ ഞാൻ പറയുള്ളൂ. എവിടെയാണ് നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടത്? ഏത് ഖബറിൽ പോയിട്ടാണ് സിയാറത്ത് ചെയ്യേണ്ടത്? പറയ്. മാതാപിതാക്കളുടെ ഖബറോ? ഒരഭിപ്രായം. പിന്നെ മുസ്ലിങ്ങളെ ഖബറ്, റസൂലുള്ളാഹിന്റെ ഖബറ്. പിന്നെ നീച്ചുന്നതിന് വയലേറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും മാതാപിതാക്കളുടെ ഖബറും മാത്രമല്ല, മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ നമുക്ക് എന്ത് ചെയ്യാം? സിയാറത്ത് ചെയ്യാം. മനസ്സിലായോ? ഖബറുകൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സലാം പറയണം. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. അവിടെ എന്താ പറഞ്ഞേ? മുഅ്മിനീൻ എന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഉമ്മാൻ്റെ പേര് വിളിച്ചോ? ഇല്ല കേട്ടോ. എല്ലാ മുഅ്മിനീങ്ങൾക്കുമാണ് സലാം. ഇവിടെ ഞാനിങ്ങനെ കയറി വരുമ്പോൾ ഒരാളെ പേര് വിളിച്ചാണ്ട് ഫാത്തിമാത്ത അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഫാത്തിമാത്ത ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നിങ്ങളെന്താ വിചാരിക്കുക? അതിന് മാത്രം സലാം, നമുക്കില്ല. അറിയില്ലേ? അതേപോലെ ആകരുത്. സലാം പറയുമ്പോൾ എല്ലാവരുമാണ് മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. അപ്പോൾ ആ സന്ദർശനം എല്ലായിടത്തും എത്തി, എല്ലാവരെയും സന്ദർശിക്കലായി. വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ.
നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖബറാളികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഖബർ കാണുന്ന സമയത്ത് സലാം പറയണം. നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ പോവുക, ഖബർ കണ്ടു, എന്താ പറയാ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ അല്ലേ? ഈ സലാമിന് നമ്മൾ എന്ത് ചെയ്യുക? ചൊല്ലുക. അപ്പോൾ ഖബർ സിയാറത്ത് ആ രൂപത്തിൽ സുന്നത്താക്കപ്പെട്ട ശൈലി അതാണ്. എന്നിട്ട് നമ്മൾ ഖബറിൻ്റെ അടുക്കൽ പോകും, ഖബറിൻ്റെ അടുക്കൽ നിൽക്കും, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും അല്ലേ? ഇത് ഏത് ഖബറാന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ പള്ളിയിലെ, നമ്മുടെ മഹല്ലത്തിലെ ആളുകളെ ഖബറടക്കിയ ഖബർസ്ഥാനില്ലേ, അവിടെയാണ് ഖബർ സിയാറത്തിന് വേണ്ടി നമ്മൾ പോകേണ്ടത്. പിന്നെ സിയാറത്ത് ചെയ്യാൻ അനുവദിക്കപ്പെട്ട സ്ഥലമാണ് മക്കയും മദീനയും. മദീനത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കാം, പോകാം. അവിടെയുള്ള സിയാറത്ത്, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ സിയാറത്ത് ചെയ്ത് പോരുകയാണെങ്കിൽ വിരോധമല്ല. പക്ഷേ സിയാറത്തിന് വേണ്ടി ഒരു ടൂർ നമ്മുടെ നാട്ടിൽ കാണാം. എന്താ പേര്? സിയാറത്ത് ടൂറ്. സിയാറത്ത് ടൂർ ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഒരു ടൂർ പോയിട്ട് ഒരു സിയാറത്ത് യാത്ര ചെയ്ത് സിയാറക്ക് വേണ്ടി, ഒരു സന്ദർശനത്തിന് വേണ്ടി ഇസ്ലാമികമായി പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടൊരു യാത്ര പോകേണ്ടത് 3 സ്ഥലത്തേക്കാണ്. ഏതൊക്കെയാണ്? മക്കയിലേക്കും മദീനത്തേക്കും മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ ഈ 3 സ്ഥലങ്ങളിലേക്കാണ് പുണ്യം പ്രതീക്ഷിച്ചൊരു യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ടത്. 3 സ്ഥലങ്ങളാണ് കേട്ടോ. മറ്റൊരു സ്ഥലത്തേക്ക് സിയാറത്ത് ടൂർ, നാഗൂർ, അജ്മീർ, മുത്തുപ്പേട്ട, ഏർവാടി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പിന്നെ ലിസ്റ്റ് ഇടല. അങ്ങനെ ഒരു സിയാറത്ത് ഇസ്ലാമിലില്ല. പ്രത്യേകിച്ച് ഖബറുകൾ കെട്ടി ഉയർത്തിയ ഖബറുകളാണെങ്കിൽ, കെട്ടി ഉയർത്തിയ ഖബറുകൾ ശൈത്വാനിന്റെ കേന്ദ്രമായി ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു. മാത്രമല്ല ലഅനത്തിന്റെ കേന്ദ്രമാണ്, അള്ളാഹുവിന്റെ ശാപം അവിടെ ഉണ്ടാവുന്ന ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മനസ്സിലായോ? അപ്പോൾ നോക്കി നിങ്ങൾ, ഈ ഖബറാരാധനയും ഇതുപോലുള്ള ബഹുദൈവ വിശ്വാസവും സമൂഹത്തിലേക്ക് കടന്നു വന്ന വ്യതിചലനത്തിന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മുൻഗാമികളായ ആളുകൾ അവർ ബഹുമാന്യരാണ്, അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിട്ട് ഓരോ തലമുറകൾ ഓരോന്ന് ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമാണ് പിന്നീട് ശിർക്ക് എന്ന ആ പ്രവർത്തനം സമൂഹത്തിലേക്ക് കയറി വന്നത്. അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ആരാധനകളെ റബ്ബല്ലാത്ത വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ പോലെയുള്ള മഹാന്മാരുടെ ഖബറുകൾ ആരാധനയുടെ കേന്ദ്രമാകാനുള്ള കാരണം ഇങ്ങനെ ഓരോരുത്തർ ചെയ്തു പോകുന്നതാണ്. മനസ്സിലായോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി എതിർക്കുകയും ചെയ്തു. ആ ജനതയെ നന്നാക്കാൻ, ആ ജനതയെ സുരക്ഷിതമായി നന്മയിലേക്ക് കൊണ്ടുവരാനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ചെയ്തത്, ആ ജനതയിലേക്ക് പറഞ്ഞയച്ചത്. പിന്നീട് വന്ന ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുത്ത ആശയം എന്താണെന്നറിയോ? എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. എന്തിനാ പറഞ്ഞയച്ചേ? ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവിടെ നിന്നിട്ട് താഴേക്ക്. മനസ്സിലായോ? അപ്പോൾ ഈ രൂപത്തിൽ തിന്മകൾ ആളുകളിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങൾ, വ്യതിയാനത്തിൻ്റെ തുടക്കമാണ് ആ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഈ സംഭവത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്നു. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ മനസ്സിൽ കുറിച്ചിട്ടോളിട്ടോ. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ കുറിച്ചിട്ടോളി. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന തൗഹീദിൻ്റെ യഥാർത്ഥ ആശയമാണ് ഈ പറയുന്നത്, യഥാർത്ഥ ശൈലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉൾക്കൊള്ളേണ്ടതും അവിടെ വന്ന വ്യതിയാനത്തിൻ്റെ തുടക്കവുമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ പറഞ്ഞു, പിന്നെ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞെടുത്ത്, ഒന്ന് പുണ്യാളന്മാരോടുള്ള സ്നേഹവും അതേപോലെ ആദരവും അധികരിക്കുമ്പോണ്ടാകുന്ന പ്രശ്നം. രണ്ടാമത്തേത് മതപണ്ഡിതന്മാരുടെയും ഭക്തരുടെയും
പിന്നെ സതുദ്ദേശം പ്രതിഫലം, അതേപോലെ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി ആ പ്രതിമകളുടെ മുന്നിൽ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോയി നിൽക്കുക, അല്ലെങ്കിൽ ആ പ്രതിമകളെ ഒരു പ്രത്യേക ബഹുമാനം കൊടുക്കുക, ഒരാദരവ് കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോ തൂക്കുന്ന സമ്പ്രദായം കാണാം അല്ലേ? ഫോട്ടോ ഇപ്പോൾ നമ്മളെ ഹൈന്ദവ വിശ്വാസപ്രകാരം അവരുടെ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവർ ആരാധന നടക്കും. അവരാരാധിക്കുന്നത് ആരെയാണ്? ഈ ഫോട്ടോയിലേക്ക് നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മളെ ഗതി എന്താ? ഈ കൗമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെ ഫോട്ടോ അങ്ങ് തൂക്കും, അവിടെ ഒരു മാലക്കെട്ട്, ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് ആ ആരാധന ഇവിടെ നടക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ ഫോട്ടോകൾ എന്ത് ചെയ്യാൻ പാടില്ല? ചുമരുമ്പോൾ തൂക്കാൻ പാടില്ല എന്ന്. മനസ്സിലായോ? പക്ഷെ വീട്ടിൽ ഉമ്മമാരുടെയൊക്കെ ഉമ്മയും പാപ്പി മരിച്ചാൽ ഓലെ ഫോട്ടോ തൂക്കണുണ്ടല്ലേ? കാരണങ്ങൾ പറഞ്ഞെടുത്ത് ഒന്ന്, അവിടേക്ക് റഹ്മത്തിൻ്റെ മലക്ക് പ്രവേശിക്കൂല. അങ്ങനെ സൂറത്തുകൾ തൂക്കി വെച്ച വീട്ടിലേക്ക് എന്ത് വരൂല? റഹ്മത്തിൻ്റെ മലക്ക് പ്രവേശിക്കൂല എന്നാണ്. സൂറത്ത് എന്ന് ഉദ്ദേശിച്ചത് ഫോട്ടോ. സൂറത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫോട്ടോ ആണ്. നിങ്ങൾ പറഞ്ഞ സൂറത്തല്ല, ആയത്തുകൾ സൂറത്തുകളല്ല, ചിത്രങ്ങൾ എന്നാണ് പറയാം കേട്ടോ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അങ്ങനെ അതൊക്കെ ആദരവിൻ്റെ പേരിൽ വരുന്ന സംഭവങ്ങളാണ്. ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേരിൽ വരുന്ന സംഭവങ്ങളാണ്. അവിടെയൊക്കെ നമ്മളെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ ഇബ്ലീസ് വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള മേഖലകളായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു, ഇസ്ലാമിക ലോകം നമുക്ക് വിവരിച്ചു തന്നു. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം, മുൻഗാമികളായ ആളുകൾ ഇപ്പം ഈ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരെ ബഹുമാനിച്ചും ആദരിച്ചൊക്കെ അവരിലേക്ക് ശിർക്ക് കടന്നിങ്ങനെ കയറി വന്നപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് പിന്നെ ഇവരെ നിങ്ങൾ ആരാധിക്കുന്നത്? അല്ലാഹു അല്ലാത്ത ലാത്ത ഉസ്സ മനാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ലാത്തയും ഉസ്സയും മനാത്തയും റസൂലുള്ളാഹിന്റെ കാലത്ത് അവർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളാണ്. മുൻകഴിഞ്ഞത് പറഞ്ഞല്ലോ, വദ്ദു സുവാ യഊസ് യഊഖ് നസ്ർ പോലെയുള്ള ആളുകളെ അവരും ആരാധിച്ചു പോന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ആ മുൻഗാമികൾ അവരോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്ന മറുപടിയാണെന്ത്? ഈ പറഞ്ഞ മറുപടി സൂറത്ത് സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 33-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ച മറുപടി അതാണ്. അവർ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? മാ നഅ്ബുദുഹും, ഞങ്ങൾ ആരാധിക്കുന്നില്ല. ആരെ ആരാധിക്കുന്നില്ല? നമ്മളൊക്കെ ഇവിടെ തന്നെ അല്ലേ? കണ്ണിന് കാണില്ലേ? എവിടെയോ പോയ പോലെ കേട്ടോ. മാ നഅ്ബുദുഹും, ഞങ്ങളവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്. അങ്ങനെ കയറി വരിക. ഞങ്ങൾ നേരിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണില്ല, അല്ലാഹു അല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, നേരിട്ട് ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യണില്ല. ഞങ്ങൾ എന്തേ ചെയ്യണുള്ളൂ? ഈ മഹാന്മാരെ വിളിച്ച് തേടിയിട്ട് മഹാന്മാരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മനസ്സിലായോ? ആലോചിച്ച് നോക്കി. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെ മരപ്പണിക്കാരെ ശ്രദ്ധിച്ചു നിങ്ങൾ? ആശാരിമാരല്ല, ആശാരിമാരൊക്കെ പെടും. ഈ മരം വെട്ടിയിട്ട് അതിങ്ങനെ 2 പുളിയൊക്കെ ആക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? അതിലിങ്ങനെ പണിയെടുക്കുമ്പോഴേ ഈ ഭക്ഷണം കഴിക്കാനൊക്കെ പോകാം, ഒന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ
പൊളിച്ചു വെച്ച മരത്തിൻ്റെ ഇടയിൽ ഒരു ആപ്പ് വെക്കും. ശ്രദ്ധിച്ചോ? അതെന്തിനാ? അടുക്കാതെക്കാൻ അല്ലേ? പൊളിച്ച സാധനം അത്രയും നേരം പണിയെടുത്താൽ ആ പണി ബാത്തിലാകാതിരിക്കാൻ അത് ഒന്ന് അതിൻ്റെ ഇടയിൽ ഒരു ആപ്പൊക്കെ വെച്ച് ലെവലാക്കി പോവും. ശരിയല്ലേ? അപ്പോൾ അത് അടുക്കാതിരിക്കാനാണ് ഈ ആപ്പ് വെക്കണത്. ഇവരെന്താ പറഞ്ഞു? മാ നഅ്ബുദുഹും, ഞങ്ങൾ ആരാധിക്കുന്നില്ല. ആരെ? ഈ പറയപ്പെട്ട ലാത്ത ഉസ്സ മനാത്തയെ പോലെയുള്ള മുൻകഴിഞ്ഞ ആളുകളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. എന്തിനാണ് ഞങ്ങൾ അവരോട് തേടുന്നത്? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, പടച്ചോനിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഇടയിൽ ഒരാളെ നിർത്തി അകലില്ല ചെയ്യുക, അടുക്കുക ചെയ്യുക? അടുക്കൂലല്ലോ. ഇപ്പോൾ ആ മരം അടുക്കാതിരിക്കാനുള്ള ഈ ആപ്പ് ഇടയിൽ കൊടുന്നിക്കണേ, അത് അടുക്കാതിരിക്കാനാണ്. അപ്പോൾ ഇടയിൽ സാധനം വന്നാൽ അവിടെ ഒരു അകൽച്ച വരിക ചെയ്യുക അല്ലേ? അകൽച്ച സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശ്വാസത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരികയാണ്. ആ വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത്? പടച്ച റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ മക്കയിലെ മുശ്രിക്കുകളുടെ ഒക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം എന്താണെന്നറിയോ? പിന്നെ ഞങ്ങൾ കുറേ തെറ്റ് ചെയ്ത ആൾക്കാരാണ്, കുറേ പാപത്തിൻ്റെ കറകൾ ഞങ്ങൾ പേറി ജീവിച്ചവരാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആ പാപവുമായി നേരിട്ട് റബ്ബിനോട് ചോദിക്കാൻ പറ്റൂല. പാപത്തിൻ്റെ കറകളുള്ള ആളുകൾ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് മഹാന്മാരോടൊന്ന് കാര്യം പറയാം. മഹാന്മാരോട് പറഞ്ഞിട്ട് ഓല് ഞമ്മക്കും വേണ്ടി എന്ത് ചെയ്യണം? തേടണം എന്നാ. ഇതിന് പറയുന്ന പേരാണ് തവസ്സുല്. ഇത് നമ്മളെ നാട്ടിൽ അതിന് തവസ്സുൽ അറിയോ? ഇല്ല. തവസ്സുലായ തേട്ടെന്നാന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കി പോരുന്ന വിഷയം ശരിക്ക് ശ്രദ്ധിക്കണം. തൗഹീദിൻ്റെ മർമ്മമായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. റഹ്മാനായ റബ്ബ്, അവനെ മാത്രമാണ് ആരാധനകളും ഇബാദത്തുകളും അവന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇടയാളന്മാരെ കൊണ്ടുവെക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. മുൻകഴിഞ്ഞ പോയ ജനതയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി വിരോധിച്ചതുമാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു തന്നു. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. പടച്ചോൻ പറയാൻ, ആളുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ജനതയടക്കം അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, നബിയെ, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കൂ നബിയെ, എന്തിനാണവർ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടുമൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നോക്കൂ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന മറുപടിയാണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങളവരെ ആരാധിക്കുന്നില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഞങ്ങളവരെ ഇടയാളന്മാരായി കൊണ്ടുവന്നതാണ്. ആ ഇടയാളനായി കൊണ്ടുവരലാണ് ശിർക്ക്. ആ ശിർക്കിനെയാണ് അള്ളാഹു പറഞ്ഞത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. എങ്ങനെയായിക്കൊണ്ട്? ഇല്ലാ വഹും മുശ്രികൂൻ. ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതിനാണ് ശിർക്ക് എന്ന് പറയാ. അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളെ വിളിച്ച് തേടലാണ് ശിർക്ക്. അള്ളാഹുവിൻ്റെ കൂടെ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഇന്നാളോട് ചോദിച്ച് അയാൾ നമുക്ക് വേണ്ടി തേടട്ടെ എന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. മനസ്സിലായോ? അത് വന്നുണ്ടാകുന്ന അപകടം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ്. മനസ്സിലായോ? അപ്പോൾ വ്യതിയാനത്തിൻ്റെ തുടക്കം ഒന്നാമത്തെ മേഖലയാണ് നമ്മൾ ആ പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി വരും കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഊന്നി നിൽക്കണം കേട്ടോ. ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടോ? ആർക്കുമില്ലേ?
നിങ്ങൾക്ക് ചോദിക്കട്ടോ, അപ്പോൾ ഇത്രയും ദിവസം ഇത്രയും മാസത്തോളം ക്ലാസ് എടുത്തില്ലേ? ആ എന്തേ? ആ അതവിടെ നോട്ടെ, മഹാനായ വ്യക്തിത്വം. അപ്പം നിങ്ങൾ അതിന് നോക്കിയിരിക്കേനി. ഇത്രയും നേരം ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഒച്ചിട്ടിട്ട് ഒരു ബഹുമാനം ആദരവും ഇല്ലാച്ച. പടച്ച റബ്ബേ ഈ കാക്ക്. ആ ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയം, കുറേ ആൾക്കാരൊക്കെ ഉറങ്ങീനി. ഇപ്പോൾ കൂമനെ കണ്ടിട്ടില്ല, ഓല് കാണിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയം തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. ഇൻഷാ അല്ലാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓരോന്നും മനസ്സിലാക്കിയിരുന്നു. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇബാദത്തായി ആരാധനയായി കടന്നു വരുന്ന ഒരു മേഖലയിലും അല്ലാഹു അല്ലാത്ത ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ഒരു ശക്തിയെയോ കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ വന്നാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക്. ആ ശിർക്ക് ചെയ്തവന്റെ സ്ഥാനം നരകമാണ്, നരകമാണ്, നരകമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളെന്താ പറയാ അറിയോ? ഞങ്ങളിപ്പോൾ ഇത്ര കാലം നമ്മൾ പറയണ വിഷയമാണ് ഏത്? ഇത്ര കാലം എൻ്റെ വല്ലിപ്പ ഈ ആശയായിരുന്നു, എൻ്റെ ഉപ്പാൻ്റെ അപ്പ, എൻ്റെ ഉമ്മാൻ്റെ അപ്പ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ കൂട്ടക്കാർ എല്ലാവരും ഇപ്പം ഇതിലുള്ളണ്ടേനെ. ഓലൊക്കെ നരകത്തിലാ, അത് സ്വകാര്യമായിട്ട് ഓലൊക്കെ നരകത്തിലാ. നമ്മളെ ചോദ്യമല്ലത്, ചോദിക്കല്ലേ? അങ്ങനെ സംശയം വരലുണ്ടോ? എന്നാ കേട്ടോളി. ഫിർഔൻ ഇതേമാതിരി മൂസാ നബിനോട് ചോദിച്ചു. ഫിർഔൻ എന്താ മൂസാ നബിനോട് ചോദിച്ചാലോ? അല്ല മൂസ, ഈ പറയണ്ടല്ലോ അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മൂസാ നബിയോട് ആദ്യം ചോദിച്ചു, മൂസ വമൻ റബ്ബുക്കുമായ മൂസ, മൂസ നീ പറയണ റബ്ബാരാ മൂസ? അപ്പൊ മൂസാ നബി പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. റബ്ബുനല്ലദീ മൂസ, റബ്ബുനല്ലദീ എൻ്റെ റബ്ബ്, നിന്റെയും റബ്ബ്, അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. കണ്ടോ? ഇതിനൊക്കെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അതുപോലെ തന്നെ സന്മാർഗം കാണിക്കുകയും ചെയ്തവനാണ് ആ റബ്ബ്. ആ റബ്ബിനെയാണ് നീ ആരാധിക്കേണ്ടത്. അവൻ മൂസാ നബിനോട് ഫിർഔൻ ചോദിക്കുകയാണെന്ത്? ഇതിനുത്തരണ്ടോ? ഇല്ല. മൂസ എൻ്റെ ദൈവത്തെ ആരാധിച്ചോ? മൂസാ നബി ഫിർഔനെ നിന്റെ ദൈവത്തെ ആരാധിച്ചോ? എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ഉണ്ടാവും. ഇവിടെ എല്ലാവരും ദൈവം ഒന്നാണ്, ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിലെന്തില്ല? തിരിച്ചൊന്നും പറയല്ല. അപ്പം മൂസാ നബിനോട് ഉടനെ ചോദിച്ചു, അപ്പം ഞങ്ങളെ വല്ലിപ്പാരൊക്കെ, ഞങ്ങളെ കാക്കക്കാരണവന്മാരൊക്കെ, ഓലൊക്കെ വഴി തെറ്റിക്കുക എന്നപ്പോൾ ഈ പറയണേ? അങ്ങനെ പറയാം. ഞാൻ അത്ഭുതപ്പെട്ട സംഭവം എന്താ പറയുക, ചില ആൾക്കാരൊക്കെ പച്ചക്ക് പറയും, ഞങ്ങൾ ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞങ്ങൾക്കും നരകത്ത് പോയാൽ മതി, ഒരു കുഴപ്പമില്ല, പച്ചക്ക് പറയും, ഒരു വിരോധമില്ലാതെ. നമ്മളിങ്ങനെ തർക്കിക്കുമല്ലോ ഓരോ വിഷയത്തിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ. നരകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇത് എന്താണ് ദീൻ എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഒരാവേശമാണ്, ഒരാദരവും ബഹുമാനവും അധികരിച്ചതിൻ്റെ പ്രശ്നമാണ്. അതിരുവിട്ട ആദരവിൻ്റെ കാരണമാണ് ഈ പറയപ്പെട്ട വിഷയം. ഓന് നരകത്തിലാണ്, ഞങ്ങളും നരകത്തിൽ പോയിക്കോട്ടെ. അവർ തിന്മയിലാണ് എങ്കിൽ ഞങ്ങളും ആ തിന്മയിൽ കൂടെ പോകാം, വിരോധമൊന്നുമില്ല. ഞങ്ങളെ വല്ലിപ്പാരും ഞങ്ങളെ കാക്കക്കാരണവന്മാരൊക്കെ പിൻപറ്റിപ്പോകുന്നതാണെങ്കിൽ അത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി യോജിച്ച കാര്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമത്തു ഷഹാദയുമായി ഉമ്മത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, അള്ളാഹിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞു. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുന്നിൻ ചെരുവിൽ നിന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ കുടുംബക്കാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഷഹാദത്ത് കലിമയെ ഉറക്കെ പ്രഖ്യാപിച്ച റസൂലുള്ളാഹ്. ഉടനെ ആദ്യത്തെ ചോദ്യം, അബൂജഹലിന്റെ ചോദ്യം, അയിനാണോ മുഹമ്മദേ നീ ഞങ്ങളെങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അലിഹാദാ ജമഅതന, ഈ കാണുന്ന മുഴുവൻ ആളുകളെയും നീ വിളിച്ചു കൂട്ടിയത് ഇത് പറയാനാ? തബ്ബല്ലക യാ മുഹമ്മദ്,
മുഹമ്മദേ നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അബൂജഹൽ ചോദിച്ച ചോദ്യമാണെന്ത്? ഞങ്ങളെ വല്ലിപ്പാരും കാക്കക്കാരനവന്മാരൊക്കെ സ്വീകരിച്ച പാത മതി ഞങ്ങൾക്ക്, എൻ്റെ പാതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? ആ ചോദ്യം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഖുർആനിൽ ഒരു സംഭവം ഇന്നതാണ് ശരിയെന്ന് മനസ്സിലായാൽ, ഹദീസിൽ ഒരു സംഭവം ഇന്നതാണ് ശരിയെന്ന് മനസ്സിലായാൽ ഖുർആനിനെയും ഹദീസിനെയും സ്വീകരിക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. അത് ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കണം. മനസ്സിലായോ? അത് ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കണം. എന്നാലേ നമുക്ക് ദീനിന്റെ വിഷയത്തിൽ ഒരു വെളിച്ചുണ്ടാവുള്ളൂ, ഒരു തെളിമയാർന്ന വഴി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പിഴവ് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് വിശദീകരിച്ചത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അവിടെ നമുക്ക് സംഭവിക്കുന്ന വ്യതിയാനം എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ മഹാന്മാരോടുള്ള അമിതമായ മഹാന്മാർ, വലിയകൾ, ഔലിയാക്കൾ എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ചുള്ള നമ്മുടെ ഹൃദയത്തിലുള്ളൊരു വിശ്വാസം. ഇസ്ലാമിന് വലിയുണ്ടോ? ഇല്ലേ? ഔലിയാക്കളില്ല, വലിയില്ല, ഉണ്ട്. ആരാണ് ഔലിയാ? നമ്മൾ വിശദീകരിച്ചിരുന്ന എൻ്റെ അഭിപ്രായത്തിൽ 2ാമത്തെ ക്ലാസ്സിലേറ്റ് തോന്നുന്നു നമ്മൾ വിവരിച്ചത്. ആരാണ് വലിയ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ നിങ്ങൾ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, ആരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെന്ന് നിങ്ങൾ അറിയണം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടാത്തവരാണ്, ഒന്നിനെയും പേടിക്കാത്തവരാണ്. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കാത്തവരുമാണ്. വല്ലദീന ആമനൂ, അവർ വിശ്വാസികളായിരിക്കും, വിശ്വസിച്ചവരായ ആളുകളാണ്. വകാനൂ യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണ് ഔലിയാക്കൾ, വലിയകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലിയ എന്താന്നുള്ളത് ചുരുക്കത്തിൽ മനസ്സിലാക്കി ഒരൊറ്റ ആയത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്വാളിറ്റി എന്താണ്? ഈമാനുള്ള ആളുകളായിരിക്കും, റബ്ബിനെ അല്ലാതെ വേറെ ഒന്നിനെയും ഭയപ്പെടാത്തവരായിരിക്കും. എന്ത് പരീക്ഷണങ്ങൾ കടന്നു വന്നാലും തവക്കുലോടുകൂടി, പശ്ചാത്താപത്തിന്റെ മനസ്സോടുകൂടി എന്ത് പരീക്ഷണത്തെയും നേരിടുന്നവരായിരിക്കും. കണ്ടോ? തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും. ഇതാണ് ക്വാളിറ്റി. ശരിയല്ലേ? ഇന്ന ആള് വലിയാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ നാട്ടിൽ കുറേ ഔലിയാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. അതിൽ ഇന്ന ആള് വലിയാണ്, ഇന്ന ആൾ ഔലിയാണെന്ന് പറയാൻ നമുക്കെന്താ തെളിവ്? ഒന്നുമില്ല. അത് അയാളുടെ ഖൽബുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അയാളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയം. പരിശുദ്ധ ഖുർആനിലെ 8ാമത്തെ അധ്യായം സൂറത്തുൽ അൻഫാലിന്റെ 2ാമത്തെ വചനം അള്ളാഹു എന്താ പറയണമെന്നറിയോ? ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങളാരാണ്? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലദീന അവരെങ്ങനത്തവരാണ്? ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, റബ്ബിനെ കുറിച്ച് കേൾക്കുമ്പോ അവരുടെ ഹൃദയം വിറക്കും. വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ ഒരു വിറയലുണ്ടാകും, ഒരു പേടി. പടച്ചോനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭയം, അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഭയം. ഉറങ്ങിയിട്ട് കൗത്തപ്പുറത്തേക്ക് തൂങ്ങരുതിട്ടാ, ബേജാറാണേ. ഫാൻ ഓഫാക്കിയാലോ നമുക്ക്? ക്രൂരത ചെയ്യരുത് അല്ലേ? അവൻ പറയുന്നത് ശരിക്കും കേട്ടിട്ടില്ലെങ്കിലേ പിന്നെ ഔലിയാക്കൾ ആരാത് പിന്നെയും മനസ്സിലാവില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം വിറക്കും. ഇത് വലിയന്റെ ക്വാളിറ്റിയാണ്, ഹൃദയത്തിലൊരു പേടി തോന്നുക. ഇത് ഔലിയാന്റെ ക്വാളിറ്റിയാണ്. 2ാമത് പറഞ്ഞു വല്ലദീന ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും
വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുക. ഖുർആൻ്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് തോന്നുന്നത് എന്താണോ, ആയത്തിങ്ങനെ കേൾക്കുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ചോദിച്ചാലല്ലോ, ഇതിപ്പോൾ നമ്മൾ ഇത്ര കാലം പിൻപറ്റി പോകുന്ന വിശ്വാസത്തിനും കർമ്മങ്ങൾക്കൊക്കെ എതിരാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അതെങ്ങനെ സ്വീകരിക്കുക? അങ്ങനെയല്ല. വിശ്വാസികളായ ആളുകൾ ആയത്ത് കേട്ടാൽ ആയത്തിനെന്ത് ചെയ്യും? ഉൾക്കൊള്ളും. അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഒന്നുകൂടി കൂടും. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങൾ കാണുമ്പോൾ അവരുടെ ഈമാൻ ഒന്നുകൂടി കൂടും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ജീവിതത്തെ റബ്ബിലേക്ക് ബരമേൽപ്പിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ കഴിയണം. മനസ്സിലായോ? എന്തുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധി നമ്മളെ ജീവിതത്തിൽ വന്നാലും ശരി, നമ്മളൊറ്റ പ്രഖ്യാപനാണ്. അത് വെറും നാവുകൊണ്ടുള്ളതല്ല, ഖൽബ് കൊണ്ടുവരണം. തവക്കൽതു അലല്ലാഹ്, റബ്ബിലേക്ക് ഞാൻ ബരമേൽപ്പിച്ചു. എൻ്റെ റബ്ബുണ്ട്, ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ. എൻ്റെ റബ്ബുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ എൻ്റെ റബ്ബ് എത്രയോ മതിയായവനാണ്. മനസ്സിലായോ? ഇതാണ് ഒരു വിശ്വാസിയുടെ അടയാളം എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ഇങ്ങനെ ഈമാനും ഇങ്ങനെയുള്ള വിശ്വാസവും സ്വീകരിക്കുന്നവനെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള പദപ്രയോഗമാണ് വലിയ. മനസ്സിലായോ? ഇതാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെ നാട്ടിലെ മീൻ കച്ചവടക്കാരുടെ കൂട്ടത്തിലുണ്ടാവും, നമ്മളെ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടത്തിലുണ്ടാവും, നമ്മളെ നാട്ടിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ടാവും, പാമരന്മാരുടെ കൂട്ടത്തിലുണ്ടാവും, ഏത് കൂട്ടത്തിലുണ്ടാവും. മനസ്സിലായോ? അത് ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണെന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ നമ്മളെ നാട്ടിൽ കുറേ വലിയകളെ കാണാം, കുറേ വലിയകളെ കാണാം. എന്തിൻ്റെ പേരിൽ? ദീനിൻ്റെ പേരിൽ. ദീനിൻ്റെ പേരിൽ ഔലിയാക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിത വിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു. അത് വെച്ച് നമുക്ക് പറയാം എന്ത്? വലിയകളിലെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവുകൊണ്ട് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാം. കാരണം ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണ്. അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മഹാന്മാരാണ്, അത്തരം ദറജകളിലുള്ളവരാണ്. എന്തേ കാരണം? അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവ് കൊണ്ട് അവർക്കുള്ള മഹത്വം പറഞ്ഞു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സ്വീകരിക്കാം. നമ്മളെ പറ്റി നമുക്ക് അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുമോ? റസൂൽ എന്ന് പറഞ്ഞാ ഇന്നാൾ വലിയാണെന്ന്, ഇന്നാൾ ഔലിയ ആണെന്ന് പറ്റൂല. അപ്പൊ വിശ്വാസ രംഗത്ത് നമുക്ക് പറ്റുന്ന തകരാറുകളിലെ മറ്റൊരു തകരാറാണെന്ത്? വലിയകളിലുള്ള വിശ്വാസം. അതെവിടെയാണ്, ഏത് രൂപത്തിലാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ആ നൂഹ് നബി ആ ജനതയിലേക്ക് കടന്നു വരാൻ കാരണമായ അവർക്കുണ്ടായ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? എന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന വിഷയത്തിൽപ്പെട്ടതാണ് എന്ത്? ഈ പറഞ്ഞ വലിയകളിലുള്ള വിശ്വാസം. അതിൻ്റെ പേരിലാണ് നാട്ടിൽ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത്. അതിൻ്റെ പേരിലാണ് ആളുകൾ അവിടെ ചെന്ന് ഖബറാളികളോട് പ്രാർത്ഥിക്കണത്. അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. എല്ലാ ക്ലാസ്സിലും നമ്മൾ തന്നെ പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ കൂടുതൽ ദീന് പഠിക്കുക, ദീന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അപ്പം ഞാനിവിടെ എങ്ങനെയാണ് നിർത്തുക? ഇവിടെ എങ്ങനെയാണ് നിർത്താൻ? ഈ ഒരു വിഷയം ഇവിടെ എങ്ങനെയാണ് നിർത്താൻ? അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ എന്തിനാണ് ഈ വിഷയം ഇങ്ങനെ പറയണത്? എന്തിനാണ്? ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമല്ലേ ഇത്. നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ എപ്പോഴും തൗഹീദുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും, എപ്പോൾ വന്നാലും അധികവും ഈ വിഷയമാണല്ലോ നമുക്കിങ്ങനെ ഇതന്നെ കിട്ടണ്, ഇതന്നെ ഇങ്ങനെ കേൾക്കണമെന്നുള്ള. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇതന്നെ ഞങ്ങൾ കൂടുതൽ നമുക്കിങ്ങനെ ജനങ്ങളോട് പറയണം, ഇതന്നെ ആവർത്തിച്ച് പറയണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി മനസ്സിലായോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വ്യഭിചാരം എന്നൊരു തിന്മ പച്ചയായ തോന്നിവാസാണ്. സംശയമുണ്ടോ? ഇല്ല. ഒരു സ്ഥലത്ത് ഒരാൾ വ്യഭിചാരം എന്നൊരു തിന്മ ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് ഒരാൾ പച്ചയായി, അതിനെ തുറന്നു പറയാം, ഖബറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഖബറിൽ കിടക്കുന്ന മഹാനോട്, കെട്ടി ഉയർത്തിയ ഖബറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഖബറിൽ കിടക്കുന്ന മഹാനോട് ഒരാൾ പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് തിന്മകളിൽ ഏതാ വലുത്?
ഏതാ വലുത്? ഉറക്കെ പറയും. ഖബറാളിനോട് തേടുന്നത് അല്ലേ? സംശയമുണ്ടോ? ഇല്ല. എങ്ങനെയാണ് അങ്ങനെ ഉറപ്പിച്ചേ? ഷിർക്കായതുകൊണ്ട്. ഷിർക്കിന്റെ ഗൗരവമാണ് ആ ബോധ്യപ്പെടുന്നത്. എന്താ സംഭവം എന്ന് അറിയുന്നത്? വ്യഭിചാരം പച്ചയായ തിന്മയാണ്, യാതൊരു സംശയമല്ല. ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുത്ത തിന്മയാണ്. എന്നാൽ അതിനേക്കാൾ പാപമാണെന്ത്? അള്ളാഹുവിന് ഇടയാളന്മാരെ ഉണ്ടാക്കുക എന്ന തിന്മ. മനസ്സിലായോ? ആ തിന്മ ഒരാൾ ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക, നബിയെ നിനക്ക് നാം വഹയി നൽകിയിട്ടുണ്ട്, വഇലൽ ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹയി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നബിയെ നീയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ റസൂലുള്ള ശിർക്ക് ചെയ്തിട്ടില്ല. അള്ളാന്റെ റസൂലിലാണ് ശിർക്കെന്ന പ്രവർത്തനം സംഭവിക്കുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, എല്ലാ അമലുകളും ബാത്തിലായി പോകും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. എന്താണ് നഷ്ടം? എന്ത് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാ വരിക? ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹു അവർക്ക് ഹറാമാക്കും. നിസ്കരിക്കണം എന്തിനാ? സ്വർഗം കിട്ടാൻ. നോമ്പ് നോൽക്കണം എന്തിനാ? സ്വർഗം കിട്ടാൻ. ദാനം ചെയ്യണത് എന്തിനാ? സ്വർഗം കിട്ടാൻ. ഇവിടെ വന്നിരിക്കണം എന്തിനാ? സ്വർഗം കിട്ടാൻ. മനസ്സിലായോ? ദീനിന്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്താവണം? സ്വർഗത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാവണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പുണ്യങ്ങളായി ചെയ്യുന്നതൊക്കെ സ്വർഗം കിട്ടാനാണ്. ആ സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ പണിയെടുത്തിട്ട് ഒരു തുള്ളി ശിർക്ക് എന്ന ദുൽമ് നമ്മളുടെ ഇബാദത്തിലേക്ക്, നമ്മുടെ വിശ്വാസത്തിലേക്ക് കലർന്നുപോയാൽ ഒന്ന് ഇബാദത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹു അവർക്ക് ഹറാമാക്കുന്നതാണ്. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല. ശിർക്ക് ചെയ്താൽ ഈ ഇബാദത്തുകളെ കൊണ്ടൊന്നും കാര്യമില്ല. 5 വക്ത് നിസ്കരിക്കുന്നൊരുമ്മ നിസ്കാരം പൂർണ്ണമായി 5 വക്ത് നിസ്കരിച്ചു. ആഴ്ചക്കാഴ്ചക്ക് ഒരു ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ജാറം മൂടി അവിടെ ഇബാദത്ത് ചെയ്ത് ഖബറാളിയോട് തേടി വരികയാണെങ്കിൽ ഈ ആഴ്ചയിൽ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും കിട്ടാൻ പോകില്ല. അല്ല പറഞ്ഞതാണ്, ലയഹ്ബതന്ന അമലുക, എല്ലാ അമലുകളും ബാത്തിലായി പോകും, നഷ്ടക്കാരെ കൂട്ടത്തിൽ പെടും ചെയ്യും. പിന്നെ എന്തിനാ നമ്മളിതൊക്കെ ചെയ്യണത്? പിന്നെ എന്തിനാ നമ്മൾ ഈ ഇബാദത്തൊക്കെ ചെയ്യണത്? അതുകൊണ്ട് ശിർക്കിനെ നമ്മൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് ഉറുമ്പരിച്ചു വരുന്നത് പോലെ ശിർക്കിന്റെ വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് നിങ്ങൾ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അതിനാണ് അത്ര ഗൗരവത്തിൽ ഈ സംഭവം ഇങ്ങനെ പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പാപങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പാപങ്ങളുണ്ടെങ്കിലും ശരി, ഒരാൾ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച് ശിർക്ക് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ മറ്റു പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് ചെയ്തവനായിക്കൊണ്ട് ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കൂല, പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അതുകൊണ്ട് തൗബ ചെയ്യണം. മരിക്കുന്നതിന് മുമ്പ് തൗബ ഉണ്ടാവണം. ആ ശിർക്കിൻ്റെ വിശ്വാസത്തോടു കൂടി അങ്ങോട്ട് മരിച്ചു പോയാൽ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഖിറത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, നരക കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. നരകത്തിൻ്റെ ആഴങ്ങളിൽ വലിച്ചിഴക്കപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്, ഷിർക്ക് ഇന്നത് ഷിർക്കാണ്, അതിലേക്ക് പോകരുത്, ഇന്നതാണ് തൗഹീദ്, ഇന്നതാണ് നന്മയുടെ വഴി. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താരോ? ഈ ഒരു ഭയം നമ്മുടെ കൽബിലുള്ളതുകൊണ്ടാണ്. നമ്മൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇതിൻ്റെ ഗൗരവം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരായി കാണാൻ പാടില്ല. മനസ്സിലായി? നമുക്ക് തോന്നും അതൊരു വിഭാഗത്തിൻ്റെ ആശയം അല്ല, ഇസ്ലാമിൻ്റെ ആശയം ഇതാണ്. അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് പഠിപ്പിച്ചതെന്ന ആശയമാണ് ഇപ്പം പറഞ്ഞത്.
അത് ഏതെങ്കിലും ഒരു ടീമിനെ മാത്രം സ്വീകരിക്കാനുള്ള ആദർശ ആശയമൊന്നുമല്ല. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കണം നമ്മൾ. ആർക്ക് വേണ്ടിയും ഈ ആദർശത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. ആർക്ക് വേണ്ടിയും നമ്മളോട് കൊഞ്ഞലം കുത്തുന്ന ആൾക്കാരുണ്ടാവും. ഓ ഒറ്റപ്പാട് നന്നായി പറയാൻ ആൾക്കാരുണ്ടാവും. ഇത്ര കാലമില്ലാത്തൊരു പുതിയ ആശയം എനിക്ക് എവിടുന്നാ കിട്ടിയത്, കുത്തുവാക്ക് പറയാൻ ആൾക്കാരുണ്ടാവും. പ്രവാചകന്മാരൊക്കെ ഒരുപാട് അനുഭവിച്ചു പോന്നവരാണ്, ഒരുപാട് അനുഭവിച്ചവരാണ്. നമ്മളെ വീട്ടിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ എത്ര സഹിച്ചാലും അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് തെളിമയാർന്ന മനസ്സോടുകൂടി തെളിമയാർന്ന രൂപത്തിൽ ഉന്നതമായ സ്വർഗത്തിൻ്റെ കവാടങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയും. ഈ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു കടുകുമണിയുടെ അളവ്, ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു അണു അളവ് ആരുടെ മുന്നിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാതെ ഖുർആനും സുന്നത്തും മുൻഗാമികളായ സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന വഴി അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതേ രക്ഷയുള്ളൂ, അതേ വിജയത്തിൻ്റെ വഴിയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പം നമ്മളിങ്ങനെ പറയും, മരിക്കണ നേരത്ത് പടച്ചോനെ കലിമ ചെല്ലാനുള്ള തൗഫീഖ് നൽകണേ. എന്താ കലിമ? നമ്മൾ ഷഹാദത്ത് കലിമനെ കുറിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് നമ്മൾ വിശദീകരിച്ചല്ലോ. ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ് നമ്മൾ വിശദീകരിച്ചല്ലോ. ആ വിശ്വാസത്തിൽ തകരാറ് പറ്റിയൊരു വ്യക്തിക്ക് എങ്ങനെ കലിമെല്ലാം പറ്റും? പറയും, എങ്ങനെ കലിമെല്ലാം പറ്റും? കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ആ കലിമത്ത് തൗഹീദ് ഉരുവിടാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ തകരാറുകളില്ലാതെ മുന്നോട്ട് പോകണം. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം, ഷഹാദത്ത് കലിമ ഉരുവിട്ടുകൊണ്ട് മരിക്കണം. മൻകാന ആഖിറു കലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിനെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടി റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കാനും സാധിക്കണം. അതുകൊണ്ട് നന്നാക്കുക. തൗഹീദ് നന്നായാൽ നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാവും. മനസ്സിലായോ? തൗഹീദ് ശരിയായി കഴിഞ്ഞാൽ, ശിർക്കില്ലാത്ത വിശ്വാസം നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു പാപങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. മനസ്സിലായോ? അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. പാപങ്ങളിൽ നിന്ന് മുഴുവനായി വിട്ടുനിൽക്കുക. ഹറാമായ പലിശ, അതുപോലുള്ള ലോണുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇസ്ലാമിക വേഷവിധാനത്തിൽ നമ്മൾ ശ്രദ്ധ പാലിക്കുക. അതേപോലെ തന്നെ അയൽവാസികളുമായുള്ള ബന്ധം ശരിപ്പെടുത്തുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നന്നാക്കി ശുദ്ധീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നമ്മിൽ നിന്ന് അകറ്റിത്തരുമാറാവട്ടെ. പിന്നെ നിങ്ങളോടൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടൊരു അപേക്ഷ കൂടിയുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എൻ്റെ ചെറിയ കുട്ടി ഒരാഴ്ച ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്, ഭാര്യ പ്രസവിച്ചിട്ട് വെന്റിലേറ്ററിലായിരുന്നു. ഇന്നലെ പിന്നെ ICUയിലേക്ക് മാറ്റി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണുള്ളത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ, ആരോഗ്യത്തോടു കൂടി അവിടെ കുടുംബത്തിൻ്റെ കൂടെ അണിനിരന്ന് നിൽക്കാൻ, അതേപോലെ തന്നെ ഈ സമൂഹത്തിനും കുടുംബത്തിനും നാടിനൊക്കെ ഉപകാരമുള്ള നല്ലൊരു സന്താനമായി വളർന്നു വരാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി ഉൾക്കൊള്ളിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ കടത്തിൽ വലഞ്ഞു നിൽക്കുന്ന ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി സലാമത്തിനെയും സമാധാനത്തെയും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أصلح حال إخواننا وأهلينا في فلسطين. اللهم طهر المسجد الأقصى. اللهم احفظ المسجد الأقصى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.